Minerva Academy, Medimart, River Plaza Building, near Private Bus Stand, Pallipuram Road, Pattambi. Phone 8714923880. ചാലിശ്ശേരിയിൽ ഓർത്തഡോക്സ് വിഭാഗം സെമിത്തേരി പൂട്ടി. യാക്കോബായ വിശ്വാസികൾ പുറത്ത് പ്രാർത്ഥന നടത്തി. സെമിത്തേരി ബിൽ ചട്ടപ്രകാരം പ്രവേശനം അനുവദിക്കാതെ തടസ്സപ്പെടുത്തി പൂട്ടിയതിനെതിരെ യാക്കോബായ വിശ്വാസികൾ പോലീസിൽ പരാതി നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബയ സുറിയാനി പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയ യാക്കോബയ വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ അനുവദിക്കാതെ ഓർത്തഡോക്സ് വിഭാഗം സെമിത്തേരി പൂട്ടിയിട്ടു. യാക്കോബയ വിശ്വാസികൾ ദേവാലയത്തിന്റെ സെമിത്തേരിക്ക് പുറത്ത് പ്രാർത്ഥന നടത്തി. ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം യാക്കോബയ വിശ്വാസികൾ അടക്കം ചെയ്ത ബന്ധുക്കളുടെ കല്ലറകളിൽ പ്രാർത്ഥിക്കുവാൻ മാതൃപള്ളിയുടെ സെമിത്തേരി കോമ്പൗണ്ടിലെത്തി. സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് അധികൃതർക്ക് സെമിത്തേരി ബില്ലിലെ പ്രവേശനാനുമതിയെക്കുറിച്ച് വിശദീകരിച്ചു. സ്ഥലത്തെത്തിയ തൃത്താല SHO VV വിമൽ ഓർത്തഡോക്സ് വിഭാഗം ഭരണസമിതിയുമായി സംസാരിച്ചെങ്കിലും സെമിത്തേരിയിലേക്കുള്ള പൂട്ട് തുറക്കാൻ വിസമ്മതിച്ചു. തുടർന്നാണ് പള്ളിയിലെത്തിയ മുതിർന്നവരും സ്ത്രീകളും കുട്ടികളും വയോജനങ്ങളും ഉൾപ്പെടെയുള്ള വിശ്വാസികൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ എന്നിവർക്കായി പുറത്ത് ഗീതങ്ങളും പ്രാർത്ഥനകളും നടത്തി മടങ്ങിയത്. മഹാഭൂരിപക്ഷം വരുന്ന യാക്കോബയ വിശ്വാസികളെ പുറത്താക്കി 2020 ഓഗസ്റ്റ് 20 ഓർത്തഡോക്സ് വിഭാഗം പള്ളി പിടിച്ചെടുത്തത്. കഴിഞ്ഞ 2 വർഷമായാണ് ഇരുമ്പുവേലി കെട്ടി സെമിത്തേരി പൂട്ടിയിട്ടിരിക്കുന്നത്. മൃതദേഹം അടക്കുവാൻ മാത്രമാണ് തുറന്നു നൽകുന്നത്. മരണശേഷം വിശ്വാസികൾക്ക് കല്ലറയിൽ പോയി പ്രാർത്ഥിക്കാൻ സമ്മതിക്കുന്നില്ല. അതേസമയം ചിലരിൽ നിന്ന് സെമിത്തേരിയിലേക്ക് പ്രവേശിക്കാൻ തുക വാങ്ങുന്നതായും ആക്ഷേപമുണ്ട്. ഇതിനെതിരെ യാക്കോബയ വിശ്വാസികൾ നവകേരള സദസ്സിലും കഴിഞ്ഞ ഫെബ്രുവരി 4 വിശ്വാസികളെ കള്ളക്കേസിൽ കുടുക്കിയതിനെതിരെ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും നിവേദനം നൽകിയിരുന്നു. പരാതി സ്വീകരിച്ച് അന്വേഷിക്കുവാൻ മുഖ്യമന്ത്രി പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നിട്ടും ഞായറാഴ്ച വിശ്വാസികളുടെ പ്രവേശനം വീണ്ടും തടസ്സപ്പെടുത്തുകയായിരുന്നു. ഇതിനെതിരെ സെമിത്തേരി നിയമവിധേയമായി പ്രവേശനം ആവശ്യപ്പെട്ട് ഇടവക വിശ്വാസികൾ ചാലിശ്ശേരി പോലീസിൽ പരാതി നൽകി. ചാലിശ്ശേരി തൃത്താല സ്റ്റേഷനിലെ SI മാരുടെ നേതൃത്വത്തിൽ പോലീസ് സേന സ്ഥലത്തുണ്ടായിരുന്നു.